Hi all, welcome back to Mymuzzspace. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിയോടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, 1 ഗ്ലാസ് പാല്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യമേ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ച് അത് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ ജാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാം ചെറിയതായിട്ടൊന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചതിന് ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറഞ്ഞു പോയി പൊടി. ഈ ചെറിയ സ്പൂണിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് കുറഞ്ഞു പോയി. അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അത് കേക്ക് അത്രയും പൊങ്ങി വന്നില്ല. അപ്പോൾ 1 സ്പൂൺ തന്നെ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ പാലൊഴിച്ച് നമ്മളുടെ മിക്സിനെ ഒന്ന് ഒരു ഫൈനായിട്ടുള്ള, അതായത് നമുക്ക് ഒത്തിരി തിക്കല്ലാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇതിനി നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒരു റിബൺ പോലെ വരാൻ പാകത്തിന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊഴിച്ച് വെക്കാം. ഞാനിപ്പോൾ ചോറ് പാത്രമാണ് എടുത്തേക്കുന്നത്. ചോറ് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഫുൾ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് തൂത്ത് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് തൂത്ത് കൊടുത്തത്. ആ മിക്സിനി നമുക്ക് ഏത് ബൗളാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടിക്കൊടുക്കുക. ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കർ ഞാൻ 5 മിനിറ്റ് മുമ്പേ ഒന്ന് ചൂടാക്കി ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഈ അരിക്കലമൊക്കെ വാർത്ത് വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, വട എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെന്താണ് നിങ്ങൾ പറയണതെന്ന് എനിക്കറിയില്ല. അരിക്കലമൊക്കെ വാർത്ത് വെക്കാനായിട്ട് ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു ഐറ്റം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ പാത്രം ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ കുക്കർ. ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നേ ഉള്ളൂ. ലോക്ക് ഇടുന്നില്ല. അത് വെറുതെ ഒന്ന് മൂടി അങ്ങ് വെക്കുവാണ്. നിങ്ങൾക്ക് നല്ല കടായിയോ അല്ലെങ്കിൽ നല്ല വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ സിമ്മിലാണ് ഇട്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ, കറക്റ്റ് അരമണിക്കൂർ വെച്ചാൽ മതി. നമ്മളുടെ ഐറ്റം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറി മിൽക്ക് ഞാനൊന്ന് പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാനിത് വെച്ചേക്കുന്നത് ഞങ്ങളുടെ ഇവിടെ കുടിവെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല ചൂടുണ്ടായിരുന്നു കലത്തിന്. അപ്പോൾ അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഒന്ന് മെൽറ്റായ, ഇത് തിക്കായിട്ടുള്ളൊരു ഇതിലിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി നമ്മളുടെ കേക്കിൻ്റെ മുകളിലൊന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പാല് കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ തിക്കായിട്ടിരിക്കുന്നത് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഞാൻ ലൂസാക്കി എടുത്തു. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പാലൊഴിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തത്. പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തു. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് ഞാനിവിടെ പപ്പടം കാച്ചുമ്പോൾ പപ്പടം എടുക്കുന്ന ആ ഒരു ഇർക്കിൾ വെച്ചിട്ടാണ് കേട്ടോ നോക്കിയത്. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ആ ഈർക്കിളിൽ ഒന്നും, അതിപ്പോൾ നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ, ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി, വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും. ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെന്തതുകൊണ്ട് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നേരെ ഒരു പ്ലേറ്റിലേക്ക് ചൂടാറിയപ്പോൾ നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ അതേ നമ്മളുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കേക്കാണ്. അടിപൊളിയാണ്. ഇനി ചൂടാറുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ കേക്ക് റെഡി. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ചോക്ലേറ്റ് ചേർത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ വിപ്പിംഗ് ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അത് കേക്കിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇത് നമ്മുടെ ജെംസ് ഇല്ലേ, ജെംസ് ഉണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ജെംസ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. മേളിലേക്ക് ഫുള്ളും ക്രീമും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോ സൈഡിലേക്ക് ചെരിച്ച് കൊടുത്തു. അപ്പോൾ ആ ഓരോ സൈഡിലും ഇങ്ങനെ ഇത് സ്പ്രെഡായി വന്നു. ഇനി ഫുൾ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഐഡിയക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇത് സക്സസ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബേക്കിംഗ് പൗഡർ കുറഞ്ഞു പോയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അത്ര അത് ഇങ്ങനെ ഇതായിട്ട് വന്നില്ല കേട്ടോ, പൊങ്ങി വന്നില്ല. ചെറിയ രീതിയിലേ പൊങ്ങി വന്നുള്ളൂ. ഇത് കുറച്ചുകൂടി പൊങ്ങുമായിരുന്നു. ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ. ഞാൻ ഈ വെള്ള സ്പൂണിന് ചെറുത് ഒരു സ്പൂണേ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളുടെ ചോക്ലേറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മളുടെ ഇന്നത്തെ കേക്കിൻ്റെ പരിപാടി അവസാനിക്കുകയാണ്. ഇത് അതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.